നടപടി നേരിടുന്ന പി.കെ. ശശി CPM നേതാവ് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങളും പാർട്ടിയിൽ നടക്കുന്ന സംഘടനാപരമായ ചർച്ചയും ഒന്നും മാധ്യമങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ സന്നദ്ധനല്ല. ഞാൻ കമ്മ്യൂണിസ്റ്റാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയിലുള്ള ഒരു വിഷയവും നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറല്ല. അല്ല, അത് നിങ്ങൾക്ക് എൻ്റെ പേരിൽ നടപടി വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അത് പറയേണ്ട ഉത്തരവാദപ്പെട്ട കേന്ദ്രത്തിൽ നിന്നാണല്ലോ നിങ്ങളോട് പറയേണ്ടത്. ഞാനല്ലല്ലോ ഉത്തരവാദപ്പെട്ടയാൾ. ഉത്തരവാദപ്പെട്ട കേന്ദ്രത്തിൽ നിന്ന് പറയേണ്ട ആളുകൾ നിങ്ങളോട് പറയും. KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കാനല്ലല്ലോ ഉത്തരവാദപ്പെട്ട കേന്ദ്രത്തിൽ നിന്ന് എന്നെ ഇത് ഏൽപ്പിച്ചത്. രാജിവെക്കൽ എൻ്റെ മുമ്പിലുള്ള അജണ്ടയല്ല. ഇത് നിങ്ങൾ ചില കൽപ്പിത കഥകൾ മെനഞ്ഞുണ്ടാക്കുക ചെയ്തത്. നിങ്ങൾ പറഞ്ഞു ഇന്നലെ ഞാനിവിടെ വന്നത് രാജിക്കത്ത് കൊടുക്കാനാണ്. ഞാൻ വന്നത് ഇതിനല്ല. ഞാൻ വന്നത് KTDCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തരമായി ഓഫീസിൽ ചില കാര്യങ്ങൾ നിർവഹിക്കാറുണ്ട്. 1. 2, ഇന്ന് CITUവിൻ്റെ സംസ്ഥാന ഭാരവാഹി യോഗമാണ്. ആ CITU സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ പങ്കെടുക്കുക. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. പിന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന കഥക്കല്ല ഞാനെന്തിനാ മറുപടി പറയുന്നത്? അത് നിങ്ങൾ ബന്ധപ്പെട്ട ആളുകളോട് നിങ്ങൾ ചോദിക്കൂ. അതിന് മറുപടി പറയേണ്ട ബാധ്യത എനിക്കില്ലല്ലോ. അതെല്ലാം സംഘടനാപരമായ കാര്യമല്ലേ? സംഘടനാപരമായ ഒരു കാര്യവും ഞാൻ പറഞ്ഞല്ലോ. നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഞാൻ അതിന് സന്നദ്ധനല്ല. മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോപ്പറേറ്റീവ് കോളേജുമായി ബന്ധപ്പെട്ടും സ്കൂളിൽ നിയമനവുമായി ബന്ധപ്പെട്ടും അങ്ങേക്കെതിരെ കമ്മീഷൻ ഉണ്ടായിരുന്നല്ലോ. ആ കമ്മീഷൻ റിപ്പോർട്ട് സ്റ്റേറ്റ് കമ്മിറ്റി ചർച്ച ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കമ്മിറ്റിയിലേക്ക് വെച്ച് കഴിഞ്ഞ ശനിയാഴ്ച വന്നു. അപ്പൊ ഈ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് അങ്ങ് പറയുന്നത്. ഞാൻ സംസ്ഥാന കമ്മിറ്റിയിലെ മെമ്പറല്ല. സംസ്ഥാന കമ്മിറ്റിയുടെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ ഇതിനകത്ത് തന്നെ ഉത്തരവാദപ്പെട്ട ചില നേതാക്കളുണ്ട്. നിങ്ങൾക്ക് അവരോട് ചോദിക്കാം. പിന്നെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്കറിയുന്ന കാര്യങ്ങളല്ല. യൂണിവേഴ്സൽ കോളേജ് എന്ന് പറയുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന സഹകരണ രംഗത്തുള്ള 1ാം നമ്പർ സ്ഥാപനമാണ്. ഇത്തവണയും കേരളത്തിൽ ഏറ്റവും നല്ല സ്ഥാപനമായി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനമാണ് യൂണിവേഴ്സൽ കോളേജ്. നിങ്ങൾക്ക് ഈ വാർത്ത തന്ന ആള്, ഈ വാർത്തക്കൊരച്ഛനുണ്ടല്ലോ. പാർട്ടിയുടെ അച്ചടക്ക നടപടിക്ക് വിധേയനായ CPM നേതാവ് പി.കെ. ശശിയാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കുമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം രാജിക്ക് വേണ്ടിയല്ല നിയമിച്ചത് എന്ന ഉത്തരമാണ് നൽകിയത്. മറ്റൊന്നും വിട്ടുപറയാനും ശശി തയ്യാറായിട്ടില്ല.